ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ചോദ്യം തുടങ്ങാം. നമ്മൾ ഏറ്റവും അടുത്ത് കഴിഞ്ഞ ഒരു സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ഒളിമ്പിക്സ്, യൂറോ കപ്പ്, കോപ്പ അമേരിക്ക, അതുപോലെ T20 ക്രിക്കറ്റ്, ഇതാണ് നമ്മുടെ വിഷയം. ഇതിൽ ഊന്നിയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ, അറിയാലോ. അപ്പോൾ ഇപ്പോൾ ഏറ്റവും അടുത്ത് കഴിയുന്നത് ഒളിമ്പിക്സ് ആണ്. ഈ ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ഒരു വെള്ളി മെഡലാണ്. ഈ 2024 ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ഒരു വെള്ളി മെഡലാണ്. ആ വെള്ളി മെഡൽ നേടിയത് നീരജ് ചോപ്രയാണ്. ഏതാണ് അദ്ദേഹം മത്സരിച്ച ഇനം? ഇതാണ് ചോദ്യം. 22 മോന് തോന്നുന്നു. 1-22 ഒഴികെ ബാക്കി എല്ലാവർക്കും ഒരു മാർക്ക്. 1-22 ഒഴികെ ബാക്കി എല്ലാവർക്കും ഒരു മാർക്ക്. അടുത്ത ചോദ്യം. നമ്മളെല്ലാം ഫുട്ബോൾ കളിക്കുകയും കളി ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലേ? അല്ലേ? അപ്പൊ ഇപ്പം അവസാനം കഴിഞ്ഞൊരു ടൂർണമെന്റാണ് കോപ്പ അമേരിക്ക. കോപ്പ അമേരിക്കയിൽ ആരവസാനത്തെ ചാമ്പ്യന്മാര്? അർജന്റീന. ഗുഡ്. എന്റെ ചോദ്യം, കോപ്പ അമേരിക്കയുടെ ചരിത്രത്തില് ഏറ്റവും കൂടുതൽ തവണ കിരീടം നേടിയ ടീം രാജ്യം ഏതാണ്? പോരാ, ഇത്ര സമയം വരാ. ഒരാൾ ഉത്തരം പറ. ആരും ഒരാൾ ഉത്തരം പറ. അർജന്റീന. ഇതല്ലാതെ ഉത്തരം പറ. ഒന്ന് നമ്പർ നോക്കണേ. നമ്പർ നിൽക്കുന്നവരുടെ നമ്പർ നോക്കണം. ഒന്ന് പറയണം. 9, 7, 6, 3, 5, 12, 14, 15, 13, 18, 21, 22, 23, 24, 25. നിങ്ങൾ മത്സരിക്കുന്നവന്റെ കൂടെ ഇവിടെ കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. മാർക്ക് വന്നിട്ട് നോക്കണം കേട്ടാ. കാണുന്നില്ല? ഒരു ചോദ്യമാണ്. നമ്മൾ ഈ കഴിഞ്ഞ 2020 വേൾഡ് കപ്പ് ഇന്ത്യ നേടി, രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിൽ, അല്ലേ? ആര് നമ്മൾ ഫൈനലിൽ തോപ്പിച്ച? സൗത്ത് ആഫ്രിക്ക. എൻ്റെ ചോദ്യം ഇതാണ്, 2020 വേൾഡ് കപ്പ് തുടങ്ങിയത് മുതൽ നമ്മൾ ഈ 2024 2020 വേൾഡ് കപ്പ് വരെയുള്ള മുഴുവൻ ടൂർണമെന്റിലും കളിച്ച 2 താരങ്ങളുണ്ട്, 2 അന്താരാഷ്ട്ര താരങ്ങളുണ്ട്. ഒരാളുടെ പേര് എഴുതിയാൽ മതി. ആരെങ്കിലും ഒരാളുടെ പേര് എഴുതണം. ആരാണ് ആ താരം? ആരെങ്കിലും ഒരാൾ. വിരാട് കോഹ്ലി അല്ല, ഉത്തരമല്ല. രോഹിത് ശർമ്മ ഒരു ഉത്തരാണ്. ഓക്കെ, വേറെ ഏതെങ്കിലും ആൻസർ വന്നിട്ടുണ്ടോ? ഒരാൾ ഒരു ഉത്തരം മതി. 2 പേര് കളിച്ചിട്ടുണ്ട്. രണ്ടാമത് ഉത്തരമുണ്ടോ? സാക്കിബ് അൽ ഹസനാണ് രണ്ടാമത്തെ ആൾ. ഇതുവരെ കഴിഞ്ഞ എല്ലാ വേൾഡ് കപ്പിന്റെ എഡിഷനിലും കളിച്ചിട്ടുണ്ട്. സാക്കിബ് അൽ ഹസൻ ആരും എഴുതിയിട്ടുണ്ടോ? ഇല്ല, രോഹിത് ശർമ്മ എഴുതിയവർ മാത്രം. നമ്പർ 25, 2, 3, 4, 12, 9, 10, 11, 16. അടുത്ത ചോദ്യം. വീണ്ടും നമുക്ക് ഫുട്ബോളിലേക്ക് വരാം, അല്ലേ? യൂറോ കപ്പിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരമാര്? പോരാ, സമയത്തിന് പോരാ, മതി. ഉത്തരം പറ ഒരാള്. നല്ല റൊണാൾഡോ. ഉത്തരം ശരിയാണ്, ക്രിസ്ത്യാനോ റൊണാൾഡോ. പറഞ്ഞ നമ്പർ പറ. നമ്പർ ഈ യൂറോ കപ്പിന്റെ ഭാഗ്യചിഹ്നം ഏതാണ്? ഈ യൂറോ കപ്പിന്റെ ഭാഗ്യചിഹ്നം എന്താണ്? പറഞ്ഞോ? അല്ല അല്ല, അറിയില്ലെങ്കിൽ ഗസ് ചെയ്യണം. മൈനസ് മാർക്കൊന്നുമില്ലല്ലോ. ടെഡ്ഡി ബെയർ ശരിയായ ഉത്തരാണ്. പേരറിയോ? ടെഡ്ഡി ബെയർ മാർക്ക് ചെയ്യും. കരടിക്ക് എങ്ങനെ മാർക്ക് ചെയ്യണം? അത് തരാൻ പറ്റില്ല. ആൽബർട്ട് എന്ന ടെഡ്ഡി ബെയറാണ് ഉത്തരം. ആൽബർട്ട് എന്നാണ് ആ ടെഡ്ഡി ബെയറിന്റെ പേര്. ആരെ എഴുതിയത്? 15, 14 അല്ല. അപ്പൊ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യ ഒളിമ്പിക്സിലൊക്കെ അത്ര മെച്ചപ്പെട്ട ഒരു പ്രകടനമല്ല. ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ 2024 നോക്കിക്കഴിഞ്ഞാലും സംഭവിച്ചിട്ടുണ്ട്, അറിയാമോ നിങ്ങൾക്ക്? എൻ്റെ ചോദ്യം ഇതാണ്, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒളിമ്പിക്സ് വ്യക്തിഗത ഇനത്തിൽ
മെഡൽ നേടിയ വ്യക്തി. പറഞ്ഞു കഴിഞ്ഞാൽ ആരും എഴുതരുത്. ആരുണ്ടാ ഉത്തരം പറയാൻ? ഓഡിയൻസ് അല്ല, കർണം മല്ലേശ്വരി ആദ്യം മെഡൽ നേടിയ വനിതയാണ്. സ്വർണ്ണ മെഡൽ അല്ല. മിൽഖ സിംഗ് അല്ല. പി ടി ഉഷ ഇല്ല. പി ടി ഉഷക്ക് മെഡൽ കിട്ടിയിട്ടില്ല. 4ാം സ്ഥാനമായിരുന്നു പി ടി ഉഷക്ക് കിട്ടിയിരുന്നത്. പി വി സിന്ധുവിന് ഇല്ല. ഉത്തരം അഭിനവ് ബിന്ദ്രയാണ്. ഷൂട്ടിങ്ങില് അഭിനവ് ബിന്ദ്ര. ഓഡിയൻസിനും ഇല്ല അല്ലേ? ക്വിസ് മാസ്റ്റർക്ക് ഒരു മാർക്ക്. ഷൂട്ടിങ്ങിൽ ആണ് 10 മീറ്റർ എയർ റൈഫിൾസിൽ അഭിനവ് ബിന്ദ്ര ഈ നേട്ടം സ്വന്തമാക്കിയിട്ടുള്ളത്. ഓക്കെ, വീണ്ടും നമുക്ക് യൂറോ കപ്പിൽ പോവാം. ഈ യൂറോ കപ്പിൽ എത്ര ടീം മത്സരിച്ചിട്ടുണ്ട് ആർക്കും അറിയാം? എത്രയാ? 24 ടീം. വെരി ഗുഡ്. ഈ 24 ടീമിൽ ഒരു ടീം ആദ്യമായിട്ടാണ് യൂറോ കപ്പിൽ മത്സരിക്കുന്നത്. ഒരു രാജ്യം. ടീം നമ്മൾ ജസ്റ്റ് മനസ്സിലായല്ലോ ഏതാണ് ആ രാജ്യം, ഏതാണ് ടീം. കാനഡ യൂറോ കപ്പിലല്ല. കാനഡ അല്ല. നല്ല ഗസ്സാണ്, നല്ല ഉത്തരമാണ്. കാരണം അതൊരു വേറെ ആരെങ്കിലും? ജോർജിയ. സോറി, ഓപ്പൺ ടൂളാണ് ചോദിച്ചതല്ല, ഓഡിയൻസോട് ചോദിച്ചില്ല. സോറി, മോനെ എഴുതിയില്ല. ജോർജിയ. എഴുതിയതെന്ന് പറയാം. 2, 8, 22, 23. ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നമ്മുടെ ഈ കഴിഞ്ഞ 2020 ക്രിക്കറ്റില് ഒരു ചരിത്രം, അത് പിന്നെ ഒരിക്കലും തകർക്കാൻ കഴിയാത്തൊരു റെക്കോർഡ് ഉണ്ടായിട്ടുണ്ട്. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ബൗളർ 4 ഓവർ എറിഞ്ഞു. 4 ഓവറും മെയ്ഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അതായത് ഒറ്റ റൺസ് വിട്ടുകൊടുത്തിട്ടില്ല. അദ്ദേഹം നേടിയത് 3 വിക്കറ്റാണ്. വിക്കറ്റല്ല. ഏതാണ് ഈ ബൗളർ? ഇതാണ് ചോദ്യം. പോരാ ഉത്തരം പറ. ബുംറ അല്ല മോനെ. എനി ആൻസർ? ഞാൻ ആൻസർ പറഞ്ഞിട്ടാണോ ഇതെന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് അത്ര സുഖമായിട്ട് തോന്നുന്നില്ല. എനി അതർ ആൻസർ പറഞ്ഞു. റാഷിദ് ഖാൻ അല്ല. നമ്മുടെ നിങ്ങളുടെ നാടല്ലേ? നിങ്ങൾ ആരെയാ പേടിക്കുന്നത്? കളിയാക്കൊക്കെ വിചാരിച്ചില്ല. ആര് കളിയാക്കാം? അപ്പുറത്തോന്നും എഴുതിയിട്ടില്ല. മലിംഗയല്ല. ക്രിസ് ഗെയിൽ അല്ല. ഓഡിയൻസ് ലോക്കി ഫെർഗൂസൺ ന്യൂസിലൻഡിന്റെ. ഗുഡ്. ഓഡിയൻസ് മാർക്ക്. നമ്മുടെ ഈ കഴിഞ്ഞ ഒളിമ്പിക്സില് നമ്മുടെ മലയാളികളുടെ ഒരു അഭിമാനമാണ് ഹോക്കിയിൽ PR ശ്രീജേഷ് അല്ലേ? അതായത് 2 ഒളിമ്പിക്സിൽ തുടർച്ചയായിട്ട് വെങ്കല മെഡൽ ശ്രീജേഷിന് കിട്ടി. അപ്പോൾ ശ്രീജേഷിനോടുള്ള ആദരസൂചകമായിട്ട് ശ്രീജേഷ് റിട്ടയർ ചെയ്തു ഒളിമ്പിക്സിന് ശേഷം. ശ്രീജേഷിനോടുള്ള ആദരസൂചകമായിട്ട് ഇന്ത്യൻ ഹോക്കി എന്ത് തീരുമാനിച്ചെന്ന് വെച്ചാൽ ശ്രീജേഷിന്റെ ജേഴ്സി നമ്പർ, അതായത് ഇനി ആർക്കും കൊടുക്കുന്നില്ല, അത് മാറ്റി വെക്കാൻ തീരുമാനിച്ചു. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവല്ലോ. ആ നമ്പർ ഏതാണെന്ന് ചോദ്യം. ശ്രീജേഷിന്റെ ജേഴ്സി നമ്പർ 16. ഉത്തരം ശരിയാണ്. എഴുതിയവരൊന്ന് കൈകൊട്ടികൾ നോക്കുക. ഇപ്പൊ നമ്മൾ ഒളിമ്പിക്സിന്റെ അറിയാലോ, ഉദ്ഘാടന സെറിമണിയിലും അതുപോലെ ക്ലോസിംഗ് സെറിമണിയിലും അതിന്റെ ആഘോഷങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഓരോ രാജ്യത്തിന് പതാക വഹിക്കാൻ പ്രത്യേക ആൾക്കാരെ ചുമതലപ്പെടുത്തും. അതായത് ആ രാജ്യത്തെ നയിക്കുന്നത് അവരാണ്. അപ്പൊ പ്രത്യേകിച്ച് ഉദ്ഘാടന സെറിമണിയിൽ ആ രാജ്യത്തെ നയിക്കുന്നത് അവരാണെന്നാണ് അതിന്റെ കോൺസെപ്റ്റ്. അപ്പോൾ 2024 നമ്മുടെ PV സിന്ധുവും ശരത് കമലും ആണ് അത് ചെയ്തിട്ടുള്ളത്. ശരത് കമൽ ടേബിൾ ടെന്നീസ് താരമാണ്. എൻ്റെ ചോദ്യം, ഇന്ത്യയെ ഒരു വനിത ഒരു ഒളിമ്പിക്സിൽ നയിച്ചിട്ടുണ്ട്. ആരാണ് ആ വനിത? ഒരു ക്ലൂ തരാം. ഒരു മലയാളിയാണ്. 1992 ബാഴ്സലോണ ഒളിമ്പിക്സിലാണ് ഇത് നടന്നിട്ടുള്ളത്. ഇന്ത്യയെ നയിച്ച വനിത. ഷൈനി വിൽസനാണ് ശരിയായ ഉത്തരം. വേറെ ആരും എഴുതിയിട്ടുണ്ടോ? രണ്ടാവും. ഷൈനി വിൽസൺ അവിടെ എഴുതിയിട്ടില്ലേ? നമ്പർ 18. 18 മാത്രം മാർക്ക്. അപ്പൊ 10 ചോദ്യം. പകുതി ദൂരം കഴിയുമ്പോ നമ്പർ 18 മുന്നിട്ടുണ്ട്. കണ്ട് 2ാം സ്ഥാനത്തിന് കട്ട മത്സരമാണ് അല്ല? ഈ 2020 വേൾഡ് കപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെഞ്ചുറി പോലും ഈ 2020 വേൾഡ് കപ്പിൽ വന്നിട്ടില്ല. ഇല്ലല്ലോ. ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ ആരായിരുന്നു? രോഹിത് ശർമ്മ അല്ലേ? ഓക്കെ. എൻ്റെ ചോദ്യം ഇതാണ്,
വേൾഡ് കപ്പ് 2020 ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരമാണ്? വിരാട് കോഹ്ലി അല്ല, രോഹിത് ശർമ്മയല്ല. എനി അതർ ആൻസർ? ഇല്ല. ഓഡിയൻസ് ഇന്ത്യക്കാരനായിരുന്നു. അല്ല അല്ല, ചരിത്രത്തിൽ ഒരാളെ നേടിയിട്ടുള്ളൂ. സുരേഷ് റൈന, സൗത്ത് ആഫ്രിക്കക്കെതിരെ. ഒളിമ്പിക്സിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ വ്യക്തി. ഒളിമ്പിക്സ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ വ്യക്തി അല്ല. ഇവിടെ ഒരു മൈക്കൽ ഹെൽപ്സ്, അത് എഴുതിയത് നോക്കണം. അത് ചെറിയ മിസ്റ്റേക്ക് ആണ്, മാർക്ക് കൊടുക്കാം. ഉത്തരം മൈക്കൽ ഫെൽപ്സ് ആണ്, അമേരിക്കൻ സ്വിമ്മർ. ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നല്ല എളുപ്പമുള്ള ഒരു ചോദ്യം. 2-3 ചോദ്യമില്ല ഇങ്ങനെ പോകുന്നത്. ഈ കഴിഞ്ഞ 2020 വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം, റീസെന്റ് 2020 വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം? റഹ്മത്തുള്ള ഖുർബാസ്, അഫ്ഗാനിസ്ഥാൻ പ്ലെയർ. കറക്റ്റ് ആൻസർ. വേറെ ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? എഴുതല്ലേ? റഹ്മത്തുള്ള ഖുർബാസ്. നേരത്തെ ഞാൻ മൈക്കൽ ഫെൽപ്സിന്റെ പറഞ്ഞപ്പോൾ അതിനൊരു വിശദീകരണം തരണമായിരുന്നു, ഞാൻ വിട്ടുപോയതാണ്. അദ്ദേഹം 28 മെഡലാണ് സ്വന്തമായിട്ട് നേടിയിട്ടുള്ളത് കേട്ടോ. അതിൽ 23 സ്വർണ്ണമാണ്, 3 വെള്ളിയാണ്, 2 ബ്രോൺസാണ്. ഏറ്റവും കൂടുതൽ തവണ യൂറോ കപ്പ് നേടിയ രാജ്യം? ഏറ്റവും കൂടുതൽ തവണ യൂറോ കപ്പ് നേടിയ രാജ്യം? രണ്ടുത്തരം. സ്പെയിനും ജർമ്മനിയും തരാൻ പറ്റില്ല, കാരണം സ്പെയിനും ജർമ്മനി ഈ ടൂർണമെന്റിന് മുമ്പ് ഈക്വലായിരുന്നു. അപ്പോഴാണ് അത് ശരിയായ ഉത്തരം. 3 വീതം. ഇപ്പൊ സ്പെയിൻ ഇപ്രാവശ്യം കൂടി നേടിയപ്പോൾ 4 ആയി. സ്പെയിൻ മാത്രം. ഇത് ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, റീസെന്റ് ആയിട്ട് നടന്ന ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം. ഈ ഒളിമ്പിക്സിൽ 1ാം സ്ഥാനം നേടിയതാണ് ഏത് രാജ്യം? USA. 2ാം സ്ഥാനം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഇതാണ് ചോദ്യം. 71 ശരിയായ ഉത്തരം. 71. വേറെ ഒരു നമ്പറിന്റെ മാർക്കില്ല, 71 മാത്രം. 25, 7, 8. അർജന്റീനയിലെ കപ്പടിച്ച ഫൈനലിൽ ആരെയാണ് തോൽപ്പിച്ചത്? സിമ്പിൾ ക്വസ്റ്റ്യൻ. ഒന്ന് നോക്കണേ. നമ്പർ ഒന്ന് പറ. 2, 25, 1, 9, 6, 5, 10, 11, 16, 15, 14. 18, 19, 20, 23, 24. യൂറോ കപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. തുടർച്ചയായ 2 തവണ യൂറോ കപ്പ് നേടിയ രാജ്യം? ഒന്ന് നമ്പർ ഒന്ന് കൃത്യമായിട്ട് നോക്കിയാൽ നമ്മൾ ക്ലോസിംഗിലേക്ക് പോവാണ്. പറയും മോന്റെ നമ്പർ. 4, 7. നമ്മൾ 17 ചോദ്യമില്ല, ഇനി 3 ചോദ്യം കൂടി അല്ലേ? നമ്മൾ 2020 ക്രിക്കറ്റ് നടന്നത് എവിടെയായിരുന്നു ഇപ്രാവശ്യത്തെ? ആർക്കും അറിയാം? USA, പിന്നെ വെസ്റ്റ് ഇൻഡീസ് അല്ലേ? അതിൽ USA ഒരു പ്രത്യേകതരം പിച്ച് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ആ പിച്ചിന് പറയുന്ന പേര് ഇതാണ് ചോദ്യം. പോരെ? അല്ല പോരെ, സമയം പോരെ. പെൻഡൗൺ അങ്ങനെ ആരും എടുത്തില്ല. ഡ്രോപ്പിംഗ് പിച്ച്. വെരി ഗുഡ് ആൻസർ. വേറെ ആരെങ്കിലും ഉണ്ടോ? എന്താ ഈ ഡ്രോപ്പിംഗ് പിച്ചിന്റെ പ്രത്യേകത എന്നറിയാമോ? നമ്പർ 9. ഈ ഡ്രോപ്പിംഗ് പിച്ചിന്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് മറ്റൊരു സ്ഥലത്ത് നിർമ്മിച്ച പിച്ച് അവിടെ കൊണ്ട് ഇറക്കുകയും അപ്പൊ മത്സരം കഴിഞ്ഞാൽ അത് വീണ്ടും മാറ്റി മറ്റു മത്സരങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ എല്ലാവർക്കും കിട്ടും. അവസാനമല്ല, യൂറോ കപ്പിൽ ഗോൾ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം? നല്ല ആവേശമുണ്ട് എല്ലാവർക്കും എഴുതാൻ. യൂറോ കപ്പിൽ ഗോൾ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം? നമ്മൾ കുഞ്ഞു മക്കളില്ലല്ലോ, അപ്പൊ അവരെ നമുക്ക് വിടാൻ പറ്റില്ല.
ഇത്ര പോലെ സമയം പറഞ്ഞോ. അതല്ലേ ലാമിൻ യമാൽ ശരി ഉത്തരാണ്. സ്പെയിനിന്റെ അല്ലേ? ഒരു മിനിറ്റ് ഓർഡറിൽ പറഞ്ഞാൽ മതി. 1 25 2 5 6 7 8 9 10 11 12 14 15 16 18 19 22. അതിനുശേഷം സെക്കൻഡിനാണ് ടൈം വരുന്നുണ്ടെങ്കിൽ പിന്നെ സെക്കൻഡിനാണ് മത്സരം. ക്ലിയർ അല്ല? ഓക്കെ അല്ല? കോപ്പ അമേരിക്ക 48ാമത്തെ എഡിഷനാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇതിൻ്റെ ഔദ്യോഗിക ചിഹ്നം ഏത്? എനി ആൻസർ? ഓഡിയൻസ് ഇല്ല. ഒരു കഴുകനാണ്, ക്യാപിറ്റൻ എന്ന പേരുള്ള ഒരു കഴുകനാണത് ഉത്തരം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് പോയിന്റ് നോക്കാം. അപ്പോൾ നമുക്ക് മാർക്ക് നോക്കാം അല്ലേ? ഏറ്റവും കൂടുതൽ മാർക്ക് നമ്പർ 25 പേര് അഭിഷേക്. എത്ര മത്സരം വിളിക്കുന്നത്? രണ്ടാം പകുതി കേട്ടോ, സോറിയ. ഞങ്ങളുടെ +2 ആണ് പ്രതീക്ഷിച്ചത്, സോറി. ഓക്കെ, നന്നായിട്ട് ചെയ്തു. ഓക്കെ, 9 മാർക്ക്. കൺഗ്രാജുലേഷൻ. 8 മാർക്കുള്ള 4 പേര് ഞാൻ പറയുന്ന നമ്പേഴ്സ് എഴുതിയിരിക്കണം. നമ്പർ 10, നമ്പർ 11, നമ്പർ 15, നമ്പർ 16. ഈ 4 പേരും വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് ഇരിക്കണം. നിങ്ങളൊന്ന് ഒഴിഞ്ഞു കൊടുക്കണം. 4 പേര് 4 മൂലക്കേലേക്ക് മാറ്റിക്കോ. അടുത്ത ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടൈറ്റ് ചോദ്യമാണ്. ഓക്കെ, ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ്. നമ്മളിപ്പോ കഴിഞ്ഞ വേൾഡ് കപ്പ് ക്രിക്കറ്റിൽ 4 പേരെ ICC ബ്രാൻഡ് അംബാസഡറായിട്ട് നിയമിച്ചിട്ടുണ്ട്. 4 പേര്. അതിൽ ഒരാളുടെ പേര് നിങ്ങൾ എഴുതിയാൽ മതി. ടൈറ്റാണ്, എനിക്കറിയാം, നിങ്ങളെ മക്കളെ പ്രായം വെച്ചിട്ട്. പക്ഷെ നോക്കാം, നമുക്ക് ഒരാളുടെ പേര് എഴുതിയിട്ടുണ്ടോ? സച്ചിൻ അല്ല, എഴുതിയില്ല. ഓഡിയൻസിന് ആദ്യം ആൻസർ ഉണ്ടോ? ഹുസൈൻ ബോൾട്ട് ഒരാൾ ശരിയാണ്. യുവരാജ് സിംഗ് ശരിയാണ്. ഹുസൈൻ ബോൾട്ട്, യുവരാജ് സിംഗ്. വേറെ 2 പേരും കൂടി ഉണ്ട്. ആരൊക്കെയാ? ക്രിസ് ഗെയിൽ ആൻഡ് ഷാഹിദ് അഫ്രീദി കേട്ടോ. അപ്പൊ നിങ്ങളെ റേഞ്ചിൽ ഒരു ചോദ്യം തരാം 2 പേരുടെ. ഓക്കെ, യൂറോ കപ്പ് കണ്ടില്ല? 2 കണ്ടില്ലേ? സ്പെയിൻ കപ്പടിച്ചു അല്ലേ? ബെസ്റ്റ് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ്. സമയം പറഞ്ഞോ. റോഡ്രി എഴുതിയില്ല. ഓക്കെ, റോഡ്രിയാണ് ശരിയായ ഉത്തരം. അപ്പൊ 2ാം സ്ഥാനം മാർക്കാം. സങ്കീർത്ത്. എത്ര മനസ്സിലാ? 8. നല്ലൊരു കൈ കൂടി. എത്ര മനസ്സിലാ? 6. അടിപൊളിയാക്കി കേട്ടാ. സഹകരിച്ച എല്ലാവർക്കും നന്ദി. മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ പേരെയും ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്. ഇത്തരം മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ ഇന്നിപ്പോൾ 20 ക്വസ്റ്റ്യൻസ് മത്സരം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ 20 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഈ പങ്കെടുത്തവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ ഒരു 5 ഇങ്ങനെ ഒരു ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ നമുക്കൊരു 100 ക്വസ്റ്റ്യൻ ആൻസർ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മെമ്മറിയിലേക്ക് വരും. അങ്ങനെയാണ് നമ്മൾ ഈ ക്വിസ് മത്സരത്തിൽ പോകുന്ന കുട്ടികളൊക്കെ സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് പങ്കെടുത്തവർക്ക് ഇനി അടുത്തൊരു മത്സരത്തിൽ പോകുമ്പം ഇതിനോട് കണക്ട് ചെയ്തൊരു 3 ക്വസ്റ്റ്യൻ അതിൻ്റെ അകത്ത് ഉണ്ടാക്കാം. അപ്പോൾ അത്തരം അനുഭവങ്ങളാണ് ഇത്തരം ക്വിസ് മത്സരത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിന്നിവിടെ ഒരു അനുമോദന സദസ്സും ആണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അനുമോദന സദസ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പ്രദേശത്തുള്ള കായിക രംഗത്ത് മികച്ച രീതിയിൽ നിൽക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുള്ളൊരു പ്രദേശമാണ് നമ്മുടേത്. അത്തരം സാഹചര്യത്തിൽ
ഫുട്ബോളിൽ നമ്മുടെ പ്രദേശത്ത് നിന്നും സ്കൂൾ ടീമിൽ അണ്ടർ-13 ടീമിൽ ജില്ലാ ടീമിൽ കളിച്ച് സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലൊക്കെ പങ്കെടുത്തിട്ടുള്ള നമ്മുടെ പാർത്ഥിവ് ശങ്കർ, അനുമോദനം ഏറ്റുവാങ്ങുന്ന പാർത്ഥിവ് ശങ്കറിനെ ആദ്യമായി അഭിനന്ദിക്കാൻ. അതുപോലെ തന്നെ സീനിയർ ഫുട്ബോൾ ടീമിൽ നമ്മുടെ പ്രദേശത്ത് നിന്നും ഒരു പെൺകുട്ടി ജില്ലാ ടീമിലേക്ക് സെലക്ഷൻ കിട്ടുകയും അതുവഴി ജില്ലയ്ക്ക് വേണ്ടി സംസ്ഥാനത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ള ആര്യ ഗിരീഷിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ആര്യയൊക്കെ എല്ലാ ദിവസവും രാവിലെ ഗ്രൗണ്ടിൽ പോയി പരിശീലനം നടത്തുന്നതൊക്കെ അവിടുന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. കുട്ടിയുടെ അത്രയും ആത്മാത്മായ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ജില്ലാ ടീമിലൊക്കെ സെലക്ഷൻ കിട്ടിയത്. അപ്പോൾ ഇത് മറ്റുള്ള കുട്ടികൾ കൂടി ഒരു മാതൃകയാക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിഖില് ഷട്ടിൽ കളിക്കാരനാണ്. അതുപോലെ തന്നെ ഒറ്റപ്പാലത്ത് വെച്ച് നടന്നിട്ടുള്ള കോച്ചസിന്റെ സെലക്ഷന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ക്യാമ്പിൽ കണ്ണൂർ ജില്ലയിൽ നിന്ന് 2 പേരാണ് പങ്കെടുത്തിട്ടുള്ളത്. ഇന്നൊരു നാസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളും മറ്റൊന്ന് നിഖിലാണ്. രണ്ടാൾക്കും അതിൻ്റെ ആ സെലക്ഷൻ, കോച്ചസിനായിട്ടുള്ള സെലക്ഷൻ കിട്ടുകയും സ്റ്റേറ്റ് അസോസിയേഷൻ്റെ തന്നെ ആ സർട്ടിഫിക്കറ്റോടുള്ള സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. നിഖിലിനെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ക്ലബിന്റെ പ്രസിഡന്റായിട്ടുള്ള ശ്രീ സൈത്താണ്. അദ്ദേഹത്തിന്റെ സംഘാടന മികവും പ്രദേശത്തെ ആകെ കുട്ടികളെ സ്പോർട്സിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഇരിക്കുന്ന എഫേർട്ടും എല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ സൈത്തിന്റെ ഒരു വിജയം തന്നെയാണ് ഇത്തരം പരിപാടി ഇവിടെ നടക്കാൻ വേണ്ടിയിട്ട് കാരണമായിട്ടുള്ളത്. സൈത്തിനെ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ ഉദ്ഘാടകൻ ആയിട്ടുള്ളത് നമുക്കെല്ലാം പരിചിതനായിട്ടുള്ള നമ്മുടെ ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസറായിട്ടുള്ള ശ്രീ അബ്ദുൾക്കയാണ്. അബ്ദുൾക്കയെ പറ്റി നിങ്ങൾക്കൊക്കെ അറിയാം. മലപ്പുറം സ്വദേശിയാണ്. ഒരുപാട് കാലം ഗൾഫിലും ഇതേ രീതിയിലുള്ള ജോലി തന്നെ അദ്ദേഹം ഗൾഫിലും ചെയ്ത് അതിനുശേഷം ഇപ്പോൾ വന്ന് വീണ്ടും സർവീസിൽ ജോയിൻ ചെയ്ത ആളാണ് അബ്ദുൾക്ക. ഇപ്പോൾ ഈ കഴിഞ്ഞ വയനാട് ദുരന്തമുണ്ടായപ്പോൾ അവിടെ എത്രയോ ദിവസങ്ങളിൽ അഹോരാത്രം അവിടെ ഒരുപാട് വർക്ക് ചെയ്തിട്ട് അതിന് നേതൃത്വം വഹിച്ച് വർക്ക് ചെയ്യിപ്പിച്ച ഒരു വ്യക്തിയാണ് അബ്ദുൾക്ക. ഈ പരിപാടിക്ക് വളരെയധികം തിരക്കുണ്ടായിട്ട് പോലും നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ കിസിന്റെ മോഡറേറ്റർ ആയിട്ടുള്ള ശ്രീ VP അഷ്റഫ്, അദ്ദേഹം നണിയൂർ നമ്പറം സ്വദേശിയാണ്. നല്ലൊരു ക്രിക്കറ്റ് ബാറ്റ്സ്മാനാണ്. അതുപോലെ തന്നെ വിക്കറ്റ് കീപ്പറാണ്. പിന്നെ നല്ലൊരു അവതാരകൻ കൂടിയാണ്. പല ഗവൺമെൻറ് പ്രോഗ്രാമിലെ ഒരു അവതാരകനാണ്. ഗവൺമെൻറ് സർവീസ് തന്നെയാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിനും ഇന്ന് ഈ ഞായറാഴ്ച ഉള്ള ദിവസം ലീവ് ഉണ്ടാവുക. എന്നാലും നമ്മുടെ ഈ ഒരു പരിപാടി കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇത്തരമൊരു ക്ലാസ് എടുത്തുകൊണ്ട് പിന്നെ ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നതിന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം അത് ഏറ്റെടുത്ത് വളരെ നല്ല രീതിയിൽ ഇവിടെ നടത്തിയിട്ടുണ്ട്. അഷ്റഫിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ പരിപാടിക്ക് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നത് നമ്മുടെ ഈ വായനശാല സെക്രട്ടറിയും ഇപ്പോൾ ഈ കഴിഞ്ഞ പഞ്ചായത്തിലെ ഏറ്റവും മികച്ച ക്ഷീര കർഷകനുള്ള അവാർഡ് നേടിയിട്ടുള്ള ശ്രീ പ്രേമാട്ടനാണ്. പ്രേമാട്ടനെ പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, നാട്ടുകാർക്കൊക്കെ സുപരിചിതനാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ആശംസ അർപ്പിച്ചിരിക്കുന്ന ശ്രീ K സന്തോഷ് നമ്മുടെ സംഘത്തിന്റെ സെക്രട്ടറിയാണ്. നിരവധി പരിപാടികൾക്ക് നേതൃത്വം നൽകുകയും സംഘത്തിനെ മികച്ച രീതിയിൽ ഒരു സാമ്പത്തിക സ്രോതസ്സുള്ള ഒരു സംഘമാക്കി മാറ്റുന്നതിൽ നിർണായക പങ്കുവഹിക്കുകയും ചെയ്തിട്ടുള്ള സന്തോഷിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ മറ്റൊരു ആശംസ അറിയിക്കുന്ന വ്യക്തിത്വം വിജയലക്ഷ്മിയാണ്.
വിജയലക്ഷ്മി നമ്മുടെ വനിതാ വേദിയുടെ പ്രസിഡന്റാണ്. ആകെ കിടന്നിരുന്ന വനിതാ വേദിയെ ചലിപ്പിക്കുകയും അതുപോലെ തന്നെ നിരവധി ആയിട്ടുള്ള പരിപാടികളിലൂടെ ഈ അടുത്ത കാലത്ത് ശ്രദ്ധേയമായിട്ടുള്ള പല പുസ്തക ആസ്വാദന പരിപാടികളൊക്കെ ശ്രദ്ധേയമായിക്കൊണ്ട് പല പരിപാടികളും അവതരിപ്പിച്ച് പല വായനശാലകളിലും പരിപാടി നടത്തിയ വിജയലക്ഷ്മിയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ പരിപാടിക്ക് നന്ദി അറിയിക്കുന്ന നമ്മുടെ ക്ലബിൻ്റെ ട്രഷറായിട്ടുള്ള ജിതേഷാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ലബിൻ്റെ രജിസ്ട്രേഷൻ ഇപ്പം കിട്ടിയിട്ട് ഏകദേശം ഒരു മാസം മാത്രമേ ആയിട്ടു. ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ 2-3 പ്രോഗ്രാമുകൾ നടത്തിയിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടി പ്രോഗ്രാംസ് നടത്താനുണ്ട്. അതൊക്കെ ഈ ഒരു വെക്കേഷൻ സമയത്ത് തന്നെ അതിൻ്റെ നടത്താൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ പരിപാടി. അതുപോലെ തന്നെ പിന്നെ ക്രിക്കറ്റിൻ്റെ കോച്ചിങ് നിഖിലിൻ്റെ നേതൃത്വത്തിൽ അടുത്ത് തന്നെ ഉണ്ടാവും. അത് ചെറിയ കുട്ടികൾക്കായിട്ടുള്ളതാണ്. കാരണം ചെറിയ ഷട്ടിൽ ഇതുവരെ കളി തുടങ്ങാത്ത കുട്ടികൾക്കാണ് ആ കോച്ചിങ് കൊടുക്കേണ്ടത്. അങ്ങനെ സ്റ്റാർട്ടിങ് മുതൽ ആ ഒരു പരിശീലനം കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടത്ര രീതിയിൽ അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഈ നമ്മുടെ നാട്ടിലുള്ള സ്പോർട്സിൽ താല്പര്യമുള്ള മുഴുവൻ യുവാക്കൾക്കും ആവശ്യമുള്ള പരിശീലനം എന്ന രീതിയിൽ ചെറിയ ടൂർണമെന്റുകൾ നടത്താറുണ്ട്. മൺസൂൺ ലീഗ്, അതുപോലെ ഓണത്തിൻ്റെ ഭാഗമായിട്ട് ഓണം ലീഗ് എന്നൊക്കെ പറഞ്ഞ് നിരവധി മത്സരങ്ങൾ നടത്തിക്കൊണ്ട് അവരുടെ കഴിവുകൾ തെളിയിക്കാനുള്ള അവസരം ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെല്ലാം നല്ല പിന്തുണയാണ് സെക്രട്ടറി എന്ന നിലയിൽ ഉള്ള പൊതു സെക്രട്ടറി ബാബുവിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ടൗണിലൊക്കെ പരിചയമുള്ള കുട്ടികളുണ്ടാവും. അവരുടെയൊക്കെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും അല്ല എങ്കിലും ഒരുപക്ഷെ നമ്മൾ വെറും എന്താ പറയുക പുസ്തക പുഴുക്കളായി മാറി ഒതുങ്ങിക്കൂടുന്നതിനപ്പുറത്തോട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങാൻ പറ്റണം. അപ്പോൾ അതിനുള്ള എല്ലാ സാഹചര്യം നിങ്ങൾക്കുണ്ട്. ഇന്ന് നിങ്ങളെ മോഹപ്പെടുത്തുന്ന പ്രത്യേകിച്ച് പുതിയ തലമുറ പല അപകടങ്ങളിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ മോഹപ്പെടുത്തുന്ന പല കാര്യങ്ങളും നാട്ടിലുണ്ട്. അപ്പോൾ നമ്മളിപ്പം ബാബുവേട്ടനായാലും അബ്ദുൽ കെ നമ്മളൊക്കെ പരിചയപ്പെടുന്നത് വെച്ചാൽ ഒരു സ്പോർട്സിൻ്റെ രീതിയിലാണ്. അപ്പോൾ അവിടെ നമുക്ക് എക്സസൈസിലൊക്കെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരോടൊക്കെയുള്ള സ്വകാര്യ സംഭാഷണങ്ങൾ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുട്ടികൾ ഈ പറയുന്ന ലഹരി ഉപയോഗത്തിലേക്ക് പോകുന്നില്ല. അതായത് താരതമ്യേന മറ്റു കുട്ടികളെ അപേക്ഷിച്ച് കുറവാണെന്നാണ്. കാരണം അവർക്കത് കൃത്യമായ ഡാറ്റ അവരുടെ കയ്യിലുണ്ട്. അത് വെച്ചിട്ടാണ് അവർ പറയുന്നത്. അപ്പോൾ സ്കൂളിൽ പോകണം, കോളേജിൽ പോകണം, പഠിക്കണം, കൃത്യമായി ജീവിതത്തിലൊരു ലക്ഷ്യം ഉണ്ടാവണം. അതോടൊപ്പം കളിക്കുകയും വേണം. കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാനസികമായ ആരോഗ്യം കിട്ടും, ശാരീരികമായ ആരോഗ്യം കിട്ടും. അപ്പോൾ നിങ്ങളിലാണ് നാടിൻ്റെ പ്രതീക്ഷ. അത് നിങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തും. ഫുട്ബോൾ ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ച ആര്യ ഗിരീഷ്, അതുപോലെ അണ്ടർ-13 ഫുട്ബോൾ കണ്ണൂർ ജില്ലാ ടീം അംഗം പാർത്ഥിവ് ശങ്കർ, പിന്നെ ഒറ്റപ്പാലത്ത് വെച്ച് ചേർന്ന സംസ്ഥാന ഷട്ടിൽ ബാഡ്മിൻ്റൺ അസോസിയേഷൻ കോച്ചസ് ട്രെയിനിങ് ക്യാമ്പ് പൂർത്തിയാക്കി ഷട്ടിൽ ബാഡ്മിൻ്റൺ കോച്ചായ നമ്മുടെ നാട്ടുകാരനായ നിഖിൽ പണ്ഡേ. ഇവർ 3 പേരുമാണ് ഉപഹാരം ഏറ്റുവാങ്ങാൻ വരുന്നത്. ഈ ഉപഹാരം കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട അതിഥി അബ്ദുൽക്കയോടും അഷ്റഫിക്കയോടും അഭ്യർത്ഥിക്കുന്നു. അതിനുവേണ്ടി ആദ്യമായി ആര്യ ഗിരീഷ് വേദിയിലേക്ക്. നിഖിലിന് ലഭിച്ച അംഗീകാരം നമ്മുടെ നാടിന് ഒരുപാട് മുതൽക്കൂട്ടാകുന്നത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇനിയുള്ള കാലം നിഖിലിന്റെ സഹായത്തോടുകൂടി നമ്മുടെ നാട്ടിൽ ഷട്ടിൽ താല്പര്യമുള്ള കുട്ടികൾ നല്ല രീതിയിൽ കോച്ചിങ് വരികയും നിഖിൽ അതിനുവേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നിഖിലിന് വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
ഈ പരിപാടിക്ക് അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച ശ്രീ യങ്സ്റ്റാർ സ്പോർട്സ് ക്ലബിൻ്റെ പ്രസിഡന്റ് ശ്രീ കെ സജിത്ത്, ഉദ്ഘാടനം ചെയ്ത മട്ടന്നൂർ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ശ്രീ എം പി അബ്ദുള്ള, കിസ് മോഡുലേറ്റർ കണ്ണൂർ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് ശ്രീ ബി ബി അഷ്റഫ്, സ്വാഗതം പറഞ്ഞ ശ്രീ സെക്രട്ടറി ബാബു പണ്ണേരി, ആശംസ അർപ്പിച്ച് സംസാരിക്കുന്ന സന്തോഷ്, വനിതാവേദിയുടെ പ്രവർത്തക വിജയലക്ഷ്മി കെ പി, നന്ദി അർപ്പിച്ച് സംസാരിക്കുന്ന ജിതേഷ് സി കെ, വേദിയിലും സദസ്സിലും ഉപേക്ഷിതരായിരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങളെ, സുഹൃത്തുക്കളെ, ഈ ക്ലബിന് ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 മാസം മുമ്പെയാണ് ഇതിന് അംഗീകാരം ലഭിച്ചത്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രയത്നങ്ങൾ ഇതിൻ്റെ ഭാരവാഹികൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായാണ് ഇതിന് ഒരു അംഗീകാരം കിട്ടിയത്. അതിനു മുമ്പേ തന്നെ ഈ ക്ലബ്ബ് സ്പോർട്സ് മേഖലയിൽ നമ്മുടെ രാജീവിൻ്റെയും രഞ്ജിത്തിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ കുട്ടികളെ നല്ല നിലയിൽ സ്പോർട്സിൽ വളരുന്നതിന് വേണ്ടിയുള്ള മികവുറ്റ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെ കുട്ടികൾ ഈ സ്പോർട്സ് മേഖലയിൽ വളരെ മുന്നിട്ട് പോകുവാൻ നമ്മുടെ പാർത്ഥിവിനെ പോലെയുള്ള കുട്ടികൾക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ കുട്ടികൾക്കും ഇന്ന് ആദരവ് ഏറ്റുവാങ്ങിയ എല്ലാ കുട്ടികൾക്കും വായനശാലയുടെ പേരിലും എൻ്റെ പേരിലുമുള്ള ആശംസ അറിയിക്കുകയാണ്. അതുപോലെ ഇന്നിവിടെ ഈ പരിപാടി സംഘടിപ്പിച്ച, ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, അഭിവാദ്യങ്ങൾ. ക്ലബ്ബ് ഈ അടുത്ത കാലത്തായിട്ട് വിവിധങ്ങളായ പരിപാടികൾ നടത്തിക്കൊണ്ട് ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് തന്നെ ക്ലബ്ബ്, അത് ഇപ്പോൾ ഈ ഒരു സദസ്സിലെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ അവർ 2 പേരും കൂടി ഉണ്ടാവും. ക്ലബിൻ്റെ ഭാരവാഹികളായതുകൊണ്ടാണ് എടുത്ത് പറയാൻ കാരണം. ക്ലബിൻ്റെ ട്രഷറർ കൂടിയായ ജിതേഷ്, ക്ലബിൻ്റെ ഭാരവാഹിയും പ്രവർത്തകനുമായ സാനന്ദ്, അവർ ഇതിനു മുമ്പ് നമ്മുടെ പ്രദേശത്തിന് മാതൃകയായി കഴിഞ്ഞു. അത് ചിലപ്പോൾ സാറിന് അറിയില്ലായിരിക്കും, അതുകൊണ്ടുകൂടി പറയുന്നതാണ്. 2 പേർക്കും വലിയൊരു തുക വീട് കെട്ടിയിട്ട് ഉടമസ്ഥനെ ഏൽപ്പിച്ച് മാതൃകയായ, നമ്മുടെ ഈ പ്രദേശത്തിന് മാതൃകയായവരാണ്. അത് ജിതേഷിന് കിട്ടിയത് 35,000 രൂപ അടങ്ങിയ ഒരു കെട്ടാണ് ജിതേഷിന് കിട്ടിയത്. സാനത്തിന് കിട്ടിയത് 5,000 രൂപയും മറ്റു രേഖകളടങ്ങുന്ന ഒരു പേഴ്സും. ഇത് രണ്ടും അതിൻ്റെ ഉടമസ്ഥർക്ക് തിരിച്ചു നൽകി നമ്മുടെ പ്രദേശത്തിന് മാതൃകയായവരാണ്. അതുപോലെ ഇത്തരം ക്ലബിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ഇനിയുള്ള നമ്മുടെ യുവതലമുറയെയും ഇതേപോലെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി സജ്ജരാക്കി കൊണ്ടുവരണമെന്നാണ് ക്ലബിനോട് പ്രത്യേകം അഭ്യർത്ഥിക്കാനുള്ളത്. അതുപോലെ ഈ ഇന്നിവിടെ അനുമോദനം ഏറ്റുവാങ്ങിയ സൂര്യ, നിഖില്, അതുപോലെ പാർത്ഥിവ്. നിഖില് നമ്മുടെ സംഘത്തിൻ്റെ മെമ്പർ കൂടിയാണ്. അതിൽ പ്രത്യേകം നമ്മുടെ സംഘം അഭിമാനിക്കുന്നു. ഇതുപോലെ ക്ലബിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇനി അങ്ങോട്ടും എല്ലാ പ്രവർത്തനങ്ങളിലും സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാവുമെന്ന് അറിയിക്കുകയാണ്. അതുപോലെ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ചെറിയ എന്തെങ്കിലും ഈ സംഘത്തിന് ഈ ക്ലബിന് സാമ്പത്തികമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും സ്പോർട്സ് ഉപകരണങ്ങൾ, ബോള്, ബാറ്റ്, അങ്ങനെ ചെറിയ എന്തെങ്കിലും വാങ്ങിക്കാനുള്ള സാമ്പത്തിക സഹായം സംഘത്തിൻ്റെ ഭാരവാഹികളുമായി ആലോചിച്ചിട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ചെറിയ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യും എന്നും കൂടി ഉറപ്പു നൽകുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു അനുമോദന ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ച ക്ലബിനും ഇവിടെ എത്തിച്ചേർന്ന എല്ലാ നാട്ടുകാർക്കും, ഈ അനുമോദനം ഏറ്റുവാങ്ങിയ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്നിവിടെ അനുമോദനം ഏറ്റുവാങ്ങിയ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. ആദ്യമായി നമുക്കറിയാം, ഇന്ന് നമ്മുടെ വായനശാലയുടെ കീഴിലുള്ള എല്ലാ കുട്ടികളും പഠനത്തിൽ മാത്രമല്ല, അതിന് പ്രധാന കാരണം നമ്മുടെ വായനശാലയും അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ ക്ലബ്ബും തന്നെയാണ്. ഇന്ന് അനുമോദനം ഏറ്റുവാങ്ങിയ ആര്യ,
പാർത്ഥിവ്, കൂടാതെ ഷട്ടിൽ ബാഡ്മിൻ്റൺ കോച്ചായി തിരഞ്ഞെടുക്കപ്പെട്ട നിഖിൽ, ഇവർക്ക് വനിതാവേദിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ആശംസ അറിയിക്കുന്നു. നന്ദി. കണ്ണൂർ ജില്ലാ അംഗം ആര്യ ഗിരീഷ് അണ്ടർ 13 കണ്ണൂരിന് വേണ്ടി മത്സരിച്ച് ഫൈനലിൽ ഗോളടിക്കുകയും ഫൈനലിന് മാൻ ഓഫ് ദി മാച്ച് ആവുകയും ചെയ്ത പാർത്ഥിവ്, ഷട്ടിൽ കോച്ചായി തിരഞ്ഞെടുക്കപ്പെട്ട നിഖിൽ എന്നിവരെ അഭിനന്ദിക്കുന്നതിനൊപ്പം തന്നെ ഇനിയും വരുന്ന വർഷങ്ങളിലും ഇതുപോലുള്ള നല്ല വിജയങ്ങൾ ഇവരെ തേടിയെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നടന്ന ക്വിസ് മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവരോടും ആശംസകൾ അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ഉദ്ഘാടകൻ ശ്രീ MV അബ്ദുള്ള സർ, അതുപോലെ തന്നെ ക്വിസ് മോഡറേറ്റർ ശ്രീ VP അഷ്റഫ് സർ, പരിപാടിയുടെ സ്വാഗതം പറഞ്ഞ ശ്രീ ബാബു പണ്ണേരി, അധ്യക്ഷൻ ശ്രീ സജിത്ത്, ആശംസ സംസാരിച്ച ശ്രീ K പ്രേമരൻ, ശ്രീ K സന്തോഷ്, KP വിജയലക്ഷ്മി എന്നിവരോടുള്ള നന്ദി ക്ലബിൻ്റെ പേരിൽ അറിയിച്ചോളൂ. അതുപോലെ തന്നെ മത്സരം വീക്ഷിക്കാനെത്തിയ മുഴുവൻ നാട്ടുകാരോടും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.